നമുക്കറിയാം രാഷ്ട്രീയത്തിൽ രണ്ട് ഭാഗത്ത് നിൽക്കുമ്പോഴും വ്യത്യസ്ത രാഷ്ട്രീയ പക്ഷത്ത് നിൽക്കുമ്പോഴും വ്യക്തിപരമായി അങ്ങേയറ്റം സ്നേഹം പുലർത്തുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുണ്ട്. എന്നാൽ കണ്ടാൽ മിണ്ടാത്ത ആൾക്കാരുമുണ്ട്. അപ്പോൾ DYFIയുടെ നേതാവും മലപ്പുറത്തെ LDF സ്ഥാനാർത്ഥിയുമായ വസീഫ് യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷൻ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളെ കണ്ടുമുട്ടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിനിടയ്ക്ക്. അപ്പോൾ അവർ തമ്മിൽ കുറേ രാഷ്ട്രീയമൊക്കെ പറഞ്ഞു. സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കുന്ന കാര്യത്തിൽ രണ്ടു പേർക്കും ഏതാണ്ട് തുല്യമായ കാഴ്ചപ്പാടാണുള്ളത്. അതെല്ലാം ഇവിടെ നമ്മളോട് അവർ പങ്കുവയ്ക്കുകയാണ്. കോട്ടക്കുന്നിൽ വെച്ചാണ് യുവ നേതാക്കൾ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയത്. പിന്നെ സൗഹൃദ സംഭാഷണം. രാജ്യത്തെ മതേതരത്വം നിലനിർത്തുകയാണ് ലക്ഷ്യമാക്കേണ്ടതെന്നും ഇക്കാര്യത്തിൽ ഒരേ നിലപാടാണെന്നും തങ്ങൾ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഞാൻ ഈ സ്ഥാനാർത്ഥിയെ കൂടെ നിർത്തിക്കൊണ്ട് ചോദിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. പക്ഷേ നിങ്ങൾ രണ്ടാളുകളും പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ ആശങ്കകളും പ്രശ്നങ്ങളും ഇല്ലേ? തീർച്ചയായും നമ്മളൊരു മതേതര മുന്നണി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ പാർട്ടി എടുത്തിട്ടുള്ളത്. കാരണം കഴിഞ്ഞ 10 വർഷമായി വർഗീയ ശക്തികൾ, ഫാസിസ്റ്റ് ഭരണം ഈ നാടിൻ്റെ മതേതരത്തെയും ഈ നാട് ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെയൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും ഈ രാജ്യത്തെ അടർത്തിയെടുക്കാൻ ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ജനാധിപത്യ വലിയൊരു അവകാശം, നമ്മുടെ വോട്ടവകാശം, അതുപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്കതിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. ആ പോരാട്ടത്തിന് പരിമിതികൾ ഉണ്ടാവില്ലെന്ന് വസീഫിന്റെ മറുപടി. സ്ഥാനാർത്ഥി എന്ന നിലയിൽ വസീഫിന് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷനിലൂടെ യൂത്ത് ലീഗിനോട് പറയാനുള്ളത് എന്താണ്? അല്ല, ഈ പോരാട്ടത്തിന് ഒരു പരിമിതിയുമില്ലാതെ യൂത്ത് ലീഗ് പ്രവർത്തകർ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു സന്ധിയില്ലാത്ത പോരാട്ടമാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കുകൾ കൂടി പങ്കുവെച്ചാണ് ഇരുവരും യാത്ര പറഞ്ഞത്. കൈരളി ന്യൂസ്, മലപ്പുറം.